ഒരു കുഞ്ഞ് ബിരിയാണിയുടെ റെസിപ്പി നോക്കിയാലോ? സന്ധ്യയായി കേട്ടോ. ഇത് രാത്രിത്തേക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണ്. ഞങ്ങൾ ഉച്ചയ്ക്ക് അമ്പലത്തിൽ പോയി സദ്യ കഴിച്ചായിരുന്നു. രാവിലെ പിന്നെ ഉണ്ടാക്കില്ല, കാരണം ചൂടോടെ കഴിക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പി നോക്കാം. ആ ഗ്ലാസ് പാത്രത്തിൽ ഏകദേശം 1.5 ഗ്ലാസ് അരി ഉണ്ടായിരുന്നു കേട്ടോ. അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം അരമണിക്കൂറോളം ഞാൻ വെള്ളത്തിൽ കുതിർക്കാൻ ഇട്ടായിരുന്നു. അത് കഴിഞ്ഞ് ബിരിയാണി വയ്ക്കുന്ന പാത്രം എടുത്ത് അതിൽ കുറച്ച് നെയ്യ് ചേർത്തതിന് ശേഷം ഉള്ളി മൂപ്പിച്ചെടുക്കാൻ വേണ്ടി പോവായിരുന്നു, ബിരിയാണിയുടെ പുറത്ത് ഇടാൻ വേണ്ടിയിട്ട്. അപ്പം ഉള്ളി നന്നായിട്ട് ചുമന്ന കളറിൽ മൂപ്പിച്ചെടുക്കണം. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം, അതൊന്ന് വാടി വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോഴത്തേക്ക് ഞാൻ കുറച്ചും കൂടെ നെയ്യ് ചേർത്ത് കൊടുത്തു. കാരണം എന്തെന്ന് വെച്ചാൽ നെയ്യ് കുറഞ്ഞ പോലെ തോന്നി. പിന്നെ അരി കുതിർക്കായിട്ടില്ലായിരുന്നു. ആ അരിയെ മറ്റേ അരിപ്പ വെച്ച് ഇതെൻ്റെ പേരെന്തുവാ, അരിവെട്ടിയോ? അരിവെട്ടിക്കകത്തിട്ട് വെള്ളം തോരാൻ വേണ്ടി വെച്ചായിരുന്നു. അരിവെട്ടി എന്ന് അതിൻ്റെ പേര് മറന്നു കേട്ടോ. അരിവെട്ടിക്കകത്ത് വെള്ളം തോരാൻ വേണ്ടി വെച്ചായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഉള്ളി കണ്ടോ, നല്ല ചുമന്നല്ല ഒരു ബ്രൗൺ കളറിൽ മൂപ്പിച്ച് അത് കോരി വേറൊരു പാത്രത്തിൽ വെക്കണം. അത് നമുക്ക് ലാസ്റ്റ് മതി ബിരിയാണിയുടെ പുറത്തിടാൻ വേണ്ടിയിട്ട്. കരിഞ്ഞു പോകരുത് കേട്ടോ, ചെറു തീയിൽ വെച്ച് വേണം ചെയ്തെടുക്കാൻ. ഇത് ഞാൻ കുറച്ച് നെയ്യ് മാറ്റിയായിരുന്നു. അതിൽ ബിരിയാണിയിൽ ഇടാൻ വേണ്ടി മസാലയായിട്ട് ഏലക്ക, പെരിഞ്ജീരകം, പട്ട, ഗ്രാമ്പു അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. കുരുമുളക് ഇടാൻ ഞാൻ മറന്നുപോയി, നിങ്ങളിടണം കേട്ടോ. അത് കഴിക്കാൻ സമയത്ത് കുരുമുളക് ഇങ്ങനെ കടിക്കാൻ കിട്ടുന്ന നല്ല ടേസ്റ്റാണ്. തോരാൻ വെച്ചിരുന്ന അരിയെടുത്ത് പാകത്തിന് വെള്ളം ഒഴിച്ച് അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ടുണ്ട്. വെള്ളത്തിൻ്റെ പാകം എങ്ങനെയെന്ന് വെച്ചാൽ എടുത്ത പാത്രത്തിൻ്റെ ഇരട്ടി വെള്ളം ചേർക്കണം. ഇപ്പോൾ 1 കപ്പാണെങ്കിൽ 2 കപ്പ് വെള്ളം ചേർക്കണം. അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇടയ്ക്കൊന്ന് ഞാൻ ഇളക്കി കൊടുക്കണമുണ്ട്, കാരണം സ്റ്റീൽ പാത്രം ആയതുകൊണ്ട് അടിയിൽ പിടിക്കും. പിന്നെ ഇടയ്ക്ക് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അതിൽ കണ്ടോ ഉള്ളി കണ്ടോ, ചുമന്ന കളറിൽ മൂപ്പിച്ച ഉള്ളി അതിൻ്റെ പുറത്ത് ഡെക്കറേഷൻ കണക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അടച്ച് വേണമെങ്കിൽ വെയിറ്റ് വെച്ച് കൊടുക്കാം കേട്ടോ. കുറച്ച് നേരത്തേക്ക് അങ്ങനെ അടച്ച് തന്നെ വെച്ചിരിക്കും. അപ്പോൾ ആ ചെറിയ നനവൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് മാറും. നമ്മൾ കഴിക്കാൻ സമയത്ത് നോക്കുമ്പോൾ നന്നായിട്ട് ചോറ് നന്നായിട്ട് തന്നെ ഇരിക്കും. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കട്ട പിടിച്ച കണക്ക് ഇരിക്കും. ഇളക്കിയതിന് ശേഷം അടച്ചങ്ങ് വെച്ചേക്കണം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് സിമ്പിൾ ബിരിയാണിയാണ്. പിന്നെ രാവിലെ ഇവിടെ ചിക്കൻ ഉണ്ടാക്കിയത് കൊണ്ടാണ് ഒന്ന് ബിരിയാണി ഉണ്ടാക്കി കളയാമെന്നൊരാഗ്രഹം. കഴിച്ചു കേട്ടോ, നല്ല ടേസ്റ്റായിരുന്നു. നെയ്യൊക്കെ വളരെ കുറച്ചാണ് ഞാൻ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടെയൊക്കെ നെയ്യ് ചേർക്കാം. നമുക്ക് നെയ്യിൻ്റെ ടേസ്റ്റ് അങ്ങനെ ഒരുപാട് ഇഷ്ടമില്ല. ചിക്കനും ചോറും പിന്നെ സലാഡിന് വെള്ളരിക്കയും കുറച്ച് സവാളയും വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എൻ്റെ വീഡിയോസൊക്കെ കയറി നോക്കണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്കപ്പോൾ അറിയാൻ പറ്റും ആരൊക്കെയാണ് നോക്കുന്നതെന്ന്. എല്ലാവരും ഈ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് അതും കമൻറ്റായിട്ട് എനിക്ക് റിപ്ലൈ തരണം. താങ്ക് യു.